എല്ലാവർക്കും നമസ്കാരം. ജൂലൈ 20 ഞായറാഴ്ച 9 മണി തൊട്ട് 1 മണി വരെയുള്ള സമയത്ത് തൃശ്ശൂരിൽ വെച്ച് ക്രിയാശക്തി 3ാം ബാച്ചിനുള്ള ക്ലാസ് നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പറുണ്ട്. അതിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി. രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ക്രിയ എന്നർത്ഥമാക്കുന്നത് ഒരു പ്രവൃത്തിയാണ്. ശക്തി എന്നർത്ഥമാക്കുന്നത് എനർജിയാണ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് തോട്ട്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടുള്ള രീതിയിലല്ല. മൂലാധാര ചക്രവും സ്വാധിഷ്ഠാനയും മണിപ്പൂരകയും അനാഹതയും വിശുദ്ധിയും ആജ്ഞയും സാസാരയും കൂടിയിരിക്കുന്ന ഒരു എനർജി ജോമെട്രി ഉണ്ട്. ആ ജോമെട്രികളുടെ പ്രവർത്തനമാണ് മുദ്രാസ്, ബന്ധനാസ്, അതേപോലുള്ള പല രീതികളും. ഇതെല്ലാം കൂടി ഒരുമിച്ച് ക്രിയാ സമ്പ്രദായ രീതിയിൽ നാം പരിശീലിച്ച് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനെ ആക്റ്റീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്രിയാശക്തി എന്ന് പറയുന്നത്. നല്ല ഡിസിപ്ലിനായിട്ട് ഒരു സാധകന് മെഡിറ്റേഷൻ്റെ ഒരു 6th ഡയമെൻഷനിലൂടെ ക്രിയേഷനെ റിയലൈസേഷൻ ചെയ്യാനായിട്ടുള്ള, നമുക്ക് ഭക്തിമാർഗമുണ്ട്, ജ്ഞാനമാർഗമുണ്ട്, കർമ്മമാർഗമുണ്ട്, അതേപോലെ രാജയോഗ മാർഗമുണ്ട്. രാജയോഗ രീതിയിൽ തന്നെ വരുന്ന അതിൻ്റെ ഒരു ഉയർന്ന രീതിയാണ് ക്രിയാശക്തി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അച്ചടക്കം പോലെ നാം പരിശീലിച്ച്, നമുക്ക് പ്രത്യേകതരം ഒരു വിശ്വാസങ്ങളുടെ ഒരു ഇതും വേണ്ട, നമുക്ക് ഏത് രീതിയിൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തെ മാറ്റണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് തന്നെ നമ്മുടെ ഒരു ചെറിയ നമുക്കുണ്ടായിരിക്കുന്ന കോൺഷ്യസ്, ഇപ്പം വന്നിരിക്കുന്ന മനുഷ്യ പരിവർത്തനം ഉണ്ടായിരിക്കുന്ന എത്രയോ കാലമെടുത്താണ് ഇങ്ങനെ ഉയർന്നൊരു മനസ്സ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇത് കാലചക്രത്തിനെ ഇങ്ങനെ ഇതിൽ കടന്ന് നമുക്ക് വേറൊരു തലത്തെ അറിയാനായിട്ടുള്ള ശ്രമം വേണ്ടാന്നും, നമുക്കല്ലാതെ തന്നെ നമ്മുടെ ഇൻ്റലക്റ്റ്, നമ്മുടെ ബുദ്ധിയെ വികാസിപ്പിച്ചുകൊണ്ട് നമുക്ക് ക്രിയേഷനെ ഗ്രഹിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു രീതിയാണ് ക്രിയാമാർഗങ്ങളിലെല്ലാം തന്നെ. ക്രിയാശക്തി ലേൺ ചെയ്യുമ്പം നമുക്ക് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ അവബോധം എന്നുള്ളത്. അവയർനെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അറിവുണ്ട്. ആ അറിവ് നമുക്കെപ്പോഴും നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെയും കേട്ടറിഞ്ഞതിൽ നിന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇതെല്ലാം പരിമിതമാണ്. എന്നാൽ ഈ സൃഷ്ടിയെ നാം ഗ്രഹിക്കണമെങ്കിൽ നമുക്കതിന് അന്തർജ്ഞാനം ഉണ്ടാവണം. അതിന് നമുക്ക് ഏകാന്തമാണ്, സഹജ ശക്തി ഉണ്ടാവണം, മനസ്സ് ശൂന്യമായിരിക്കണം. ഒരു നോ മൈൻഡ് സ്റ്റേറ്റിലെ ക്രിയേഷനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് ക്രിയാശക്തി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കാം, ആ തലങ്ങളെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. 20 നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം.